ബീന കണ്ട ലോകം യൂട്യൂബ് ചാനലിൽ സാധാരണ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഥകൾ, ആ കഥകളാണ് പറയാറുള്ളത്. ഇന്ന് പക്ഷേ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഒരു കഥ വായിക്കാമെന്നാണ് കരുതുന്നത്. ഈ കഥയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. എന്നോടൊപ്പം എനിക്ക് വീട്ടിൽ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ വരുമായിരുന്നു. അമ്മച്ചി എന്നാണ് ഞാൻ അവരെ വിളിച്ചിരുന്നത്. മുണ്ടും വേഷ്ടിയുമൊക്കെ ഉടുത്ത് വളരെ പ്രൗഢ ഗാംഭീര്യത്തോടുകൂടി കടന്നു വരുന്ന ഒരമ്മച്ചിയായിരുന്നു അത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അമ്മച്ചി എന്നോട് ചോദിച്ചു, ഞാനൊന്ന് എനിക്കൊരു ആവശ്യത്തിന് പുറത്ത് പോകണം, ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി പൊക്കോളൂ, പോയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പോയിട്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഇവരുടെ ഭർത്താവ് അസുഖമായിട്ട് ആശുപത്രി കിടക്കുകയാണ്. അങ്ങേരെ കാണാൻ പോയതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി പെട്ടെന്ന് തിരിച്ചു വന്ന എന്താണ്? ഭർത്താവിന് അസുഖമാണെങ്കിൽ അമ്മച്ചി 2-3 ദിവസം ലീവ് എടുത്തിട്ട് പൊക്കോളൂ. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ പോയിട്ട് അയാളിപ്പോൾ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുവാണ്. ഞാൻ പോയിട്ട് അയാളുടെ കട്ടിലിനടുത്ത് ചെന്ന് നിന്നിട്ട് അയാളെ ഒരു നല്ല നോട്ടം നോക്കി. ആ നോട്ടത്തിനകത്ത് എനിക്ക് അയാളോട് പറയാനുള്ള ഒരുപാട് കാര്യമുണ്ടായിരുന്നു. അയാൾക്കിപ്പോൾ സംസാരിക്കാനൊന്നും വയ്യ, സ്ട്രോക്ക് കാരണം. പക്ഷേ ഞാനും അതുകൊണ്ടൊന്നും സംസാരിച്ചില്ല. ഞാൻ പോയി നിന്ന് അയാളെ ഒന്ന് നോക്കിയിട്ട് വന്നു. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അതെന്താ? എൻ്റെ ജീവിതത്തിൽ അയാൾ തന്ന ദുഃഖങ്ങൾ പലതരത്തിൽ, മറ്റ് സ്ത്രീകളുടെ കൂടെ പോയതൊക്കെ പോട്ടെ, എൻ്റെ ശരീരത്തെ അടിച്ച് തൊഴിച്ച് എന്നെ തുപ്പി, അതുമാത്രമല്ല എന്നെ പറയാവുന്ന വൃത്തികേടുകളും ചീത്തയും ഒക്കെ പറഞ്ഞ് അയാൾ എന്നെ ദ്രോഹിച്ചതിന് കണക്കില്ല. എന്നെ കടക്കാരിയാക്കി, എനിക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുത്തി. അതിനൊക്കെ പകരമാണ് ഞാൻ ഇന്ന് പോയത്. അയാളെ കല്യാണം കഴിച്ചു വരുമ്പം എനിക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. എനിക്ക് നല്ല ജീവിതത്തിൽ കിട്ടാനാണ് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിപ്പിച്ചു വിട്ടത്. പക്ഷേ ഇന്നിപ്പം നിങ്ങളുടെ വീട്ടിൽ ഞാൻ ജോലിക്ക് വരുന്ന പോലും ഇയാൾ കാരണമാണ്. അയാൾ എനിക്ക് ഉണ്ടാക്കിയ ദുരന്തങ്ങളും ദുഃഖങ്ങളൊക്കെ കാരണമാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കുറേ നേരം ആലോചിച്ചു അവരുടെ അവസ്ഥ, അവർ പോയി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ അമ്മച്ചിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അമ്മച്ചി നമ്മളോടൊക്കെ പെരുമാറുമ്പോൾ അമ്മച്ചിയാണ് ഈ വീട്ടിലെ അധിപ എന്നുള്ള മട്ടിലാണ് പെരുമാറുന്നത്. ഒരുപാട് പ്രായ വ്യത്യാസമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അമ്മച്ചി പറയുന്നതിനനുസരിച്ച് ഞാൻ നിന്നു കൊടുക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ ആലോചിച്ച മുഹൂർത്തത്തിൽ എഴുതിയ ഒരു കഥയാണ് പകലുകളുടെ റാണി. പകലുകളിൽ റാണിയായി മാറുന്ന ഒരുപാട് പേര്, അവരെക്കുറിച്ചുള്ളൊരു കഥയാണ്. ഏതായാലും ഇന്ന് ഞാൻ ആ കഥ വായിക്കാം. പകലുകളുടെ റാണി. കാർ ഗേറ്റ് കടന്നപ്പോൾ രമണി വാതിലടച്ചു കുറ്റിയിട്ടു. വാഷ് ബേസിനിലെ പിയേഴ്സിൻ്റെ ഫേസ് വാഷ് എടുത്ത് മുഖവും കൈയും കഴുകി. ടവലെടുത്ത് മുഖം അമർത്തി തുടച്ചു. ഈയുടെ മുഖത്ത് എണ്ണമുഴുക്ക് കൂടുന്നുണ്ട്. നാളെ ആവി പിടിക്കണം. ഒരു മുട്ടയുടെ വെള്ളക്കരുവും ഇത്തിരി കടലമാവും നാരങ്ങ നീരും ചേർത്ത് അരമണിക്കൂർ മുഖത്തിടുന്നത് നല്ലതാണെന്ന് ഈയുടെ വനിതയിൽ വായിച്ചിരുന്നു. നാളെ അതും ഇടണം. സാധാരണ ഇടുന്ന ഷെഹനാസ് ഹുസൈൻ ക്രീം തീർന്നിട്ട് ഒരാഴ്ചയായി. എന്തെങ്കിലും തീർന്നാൽ സമയത്ത് വാങ്ങുന്ന സ്വഭാവം ഇവിടെ ഇല്ലേയില്ല. ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിൽ ചെന്ന് മേക്കപ്പ് ബോക്സ് എടുത്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖം തുടച്ച് ഫൗണ്ടേഷൻ ഇട്ടു. ലാക്മേയുടെ ഫൗണ്ടേഷനാണ് രമണി ഇടാറ്. ഫൗണ്ടേഷൻ ഇട്ടിട്ട് മുകളിൽ പൗഡർ ഇടുന്നത് സുഖമുള്ള കാര്യമല്ല. രമണി അത് ചെയ്യാറുമില്ല. അതുപോലെയാണ് കണ്ണിൽ കരി എഴുതുന്നതും. ഐലൈനർ വച്ച് കണ്ണിന് മുകളിലും താഴെയും നേർപ്പിച്ച് വരച്ചു. മസ്കാര ഉപയോഗിച്ച് പീലികൾക്ക് നീളം വരുത്തി. പിങ്ക് നിറത്തിലുള്ള ഐഷാഡോ തീർന്നു പോയിരിക്കുന്നു. പിന്നെ കൊള്ളാവുന്നത് ചന്ദന നിറമാണ്. അധികം കട്ടിയാക്കാതെ കണ്ണിന് മുകളിൽ നിറം കൊടുത്തു കഴിഞ്ഞ് രമണി കവിളിൽ റൂഷ് പുരട്ടി. ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ടു ചുവപ്പിക്കുന്നത് പണ്ടേ രമണിക്ക് ഇഷ്ടമല്ല. ആ സാധനം കൈകൊണ്ട് കൂടി തൊടില്ല. മെറൂണിൽ തിളങ്ങുന്ന കല്ല് പതിപ്പിച്ച പൊട്ടുമിട്ട് മേക്കപ്പ് അവസാനിപ്പിച്ചു. ഇത്രയുമൊക്കെ മതി. അല്ലാതെ പ്രായവും മുഖവും നോക്കാതെ ചിലരെ ഒരുങ്ങിക്കെട്ടി നടക്കും പോലെ വേഷം കെട്ടാൻ രമണിയെ കിട്ടില്ല. മുകളിലത്തെ തട്ടിലെ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്ന് ചുരിദാർ എടുത്ത് രമണി വേഷം മാറി. ഈയിടെ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. പച്ച നിറത്തിൽ
സ്വർണ്ണപ്പൂക്കളുള്ള ആ ചുരിദാർ ചേച്ചിക്ക് നന്നായി ചേരുമെന്ന് സെയിൽസ് ഗേൾ പ്രത്യേകം പറഞ്ഞു. മഞ്ഞ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിയിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് തലമുടി ചീകിയിട്ടില്ലെന്നറിഞ്ഞത്. വേറെ ആരും ഉപയോഗിക്കുന്ന ചീപ്പ് രമണിക്ക് ഇഷ്ടമല്ല. മാർക്കറ്റിനടുത്ത ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ബ്രഷ് പോലെയുള്ള ചീപ്പേ രമണി ഉപയോഗിക്കൂ. തലമുടി കെട്ടാതെ ബ്രഷ് ചെയ്തിട്ട് രമണി വീണ്ടും കണ്ണാടിയിൽ നോക്കി. സ്റ്റൈലായിട്ടുണ്ട്. ബെഡ്റൂമിലെ ലൈറ്റ് ഓഫാക്കി ലിവിംഗ് റൂമിലേക്ക് നടന്നു. റിമോട്ട് എടുത്ത് TV ഓണാക്കി. ഫാഷൻ ചാനൽ വച്ചു. പുതിയ ഫാഷൻ കാണാൻ രമണിക്ക് വലിയ ഇഷ്ടമാണ്. കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോൾ റാമ്പിൽ നടക്കണമെന്ന് തോന്നി. ലിവിംഗ് റൂമിൻ്റെ പരിമിതികൾ മറന്ന് അവൾ പുതിയ ചുരിദാർ പ്രദർശിപ്പിച്ച് മതി വരുവോളം റാമ്പിൽ നടന്നു. ദുപ്പട്ട വീശി കാണികളുടെ പ്രോത്സാഹനം ഏറ്റുവാങ്ങുമ്പോൾ രമണി പലവട്ടം സ്വന്തം ശരീരം വിലയിരുത്തി. എന്താ കുഴപ്പം? ഒന്നാം തരമായിട്ടുണ്ട്. അഭിമാനം കൊണ്ട് രമണിക്ക് വീർപ്പ് മുട്ടി. ക്യാറ്റ് വാക്ക് നിർത്തി അവൾ പതുപതുത്ത സോഫയിലേക്ക് ചാരി കിടന്നു. വല്ലാത്ത ക്ഷീണം. അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജ് തുറന്ന് ടാങ്ക് എടുത്തു. ക്രിസ്റ്റൽ സെറ്റിലെ വൈൻ ഗ്ലാസ്സിലേക്ക് ടാങ്ക് കലക്കിയതൊഴിച്ച് ഐസ് ക്യൂബ്സ് മുകളിലിട്ടു. ഡിന്നർ സെറ്റിലെ പ്ലേറ്റ് എടുത്ത് മിക്സ്ചറും ഉപ്പേരിയും വിളമ്പി. സെർവിങ് ട്രേയിൽ പ്ലേറ്റും ഗ്ലാസും വെച്ച് വീണ്ടും ലിവിംഗ് റൂമിലെത്തി. രമണി കുടിക്കൂ എന്ന് പറഞ്ഞ് ട്രേ ടീപ്പോയിൽ വച്ചു. എന്നിട്ട് ടീപ്പോയ്ക്ക് മുന്നിലെ കസേരയിലിരുന്നു. ടാങ്കിൻ്റെ ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു, വേണ്ടായിരുന്നു, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേയുള്ളൂ. അവൾ അത് മുഴുവൻ കുടിച്ചു തീർത്ത് ഉപ്പേരി തിന്നാൻ തുടങ്ങി. പിന്നെ ഏറെക്കാലം കൂടി കണ്ടുമുട്ടുന്ന കൂട്ടുകാരിയോട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ബിസിനസ്സുകാരനായ ഭർത്താവിൻ്റെ തിരക്കുകൾ, കുട്ടികളുടെ പഠനകാര്യങ്ങൾ. കുറേ കഴിഞ്ഞപ്പോൾ മിക്സ്ചറും ഉപ്പേരിയും തീർന്നു. കൂട്ടുകാരിയെ രമണിക്ക് ബോറടിച്ചു. അവൾ വീണ്ടും TV ഓണാക്കി. ജൂക്ക് ബോക്സ് വെച്ചു. മഞ്ജു വാര്യർ പാടി അഭിനയിക്കുന്നു. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. എന്തൊരു ഭംഗിയാണ് മഞ്ജുവിനെ കാണാൻ. അഭിനയമോ പറയണ്ട. ദിലീപിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് രമണിക്ക്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. DD4 മലയാളം സിനിമ രമണി സ്ഥിരമായി കാണുന്നതാണ്. അത് കഴിഞ്ഞാണ് ഊണ്. അന്നും പതിവ് തെറ്റിച്ചില്ല. വിശന്നപ്പോൾ രമണി TV നിർത്തി ഡൈനിങ് റൂമിലേക്ക് നടന്നു. പെട്ടെന്നാണ് സുമതിയെ ഫോൺ ചെയ്തില്ലെന്ന കാര്യം ഓർത്തത്. അവൾ പിണങ്ങി കാണും. അവളുടെ വീട്ടിൽ ഫോൺ നമ്പറിട്ട് പൂട്ടി വെക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് വിളിക്കാനും പറ്റില്ല. സുമതി പിണങ്ങിയൊന്നുമില്ല, പരിഭവവും പറഞ്ഞില്ല. അവൾക്ക് രാവിലെ മുതൽ പിടിപ്പത് പണിയായിരുന്നെന്ന്. ഗസ്റ്റുകളുണ്ടെന്ന്. ഈ ഗസ്റ്റുകൾ വലിയ ശല്യം തന്നെ. വന്നാൽ പോകുകയില്ല. ഇരട്ടി പണിയും ചെയ്യണം. ആരെങ്കിലും വരുന്നെന്ന് കേട്ടാൽ രമണിക്ക് കലിയിളകും. പിന്നെ പോകുന്നത് വരെ പ്രാകും. ആരും വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കിടക്കുന്നത്. അടുക്കളയിൽ ചെന്ന് ഡിന്നർ സെറ്റ് എടുത്ത് ഊണ് വിളമ്പി. പുളിശ്ശേരിയും തോരനും ഉരുളക്കിഴങ്ങും മെഴുക്കുപുരട്ടിയുമാണ് കറികൾ. പപ്പടവും മീൻ വറുത്തതുമില്ലാതെ ഉണ്ണുന്നത് രമണിക്ക് വിഷമമുള്ള കാര്യമാണ്. പാത്രങ്ങൾ ഓരോന്നായി ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് ഉണ്ണാനിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ഉണ്ണുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്ത് ചെയ്യാനാണ്? പകലിവിടെ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ചോറ് വെന്ത് കട്ട പിടിച്ചിരിക്കുന്നു. ഈ അരി തീരെ കൊള്ളില്ല, ചവറ് പോലെ. ഇത് മാറ്റി വെള്ള അരിയാക്കണം. ഊണ് കഴിഞ്ഞ് ഒന്ന് കിടക്കണം, ഇല്ലെങ്കിൽ ആ ദിവസം പോക്കാണ്. രമണി AC ഓൺ ചെയ്തു. വെൽവെറ്റ് ബെഡ് സ്പ്രെഡ് മാറ്റാതെ തന്നെ കിടന്നു. അതിൽ കിടന്നാലേ പകലുറക്കം ശരിയാവൂ. ഓരോ നേരം കിടക്കുമ്പോഴും ഷീറ്റ് മാറ്റുക, വിരിക്കുക, ഇതൊക്കെ മിനക്കെട്ട ഏർപ്പാടുകളാണ്. അരമണിക്കൂർ അതിലേറെ ഉച്ചയുറക്കം പതിവില്ല. ഉണർന്നെഴുന്നേറ്റ് രമണി കുളിക്കാൻ പോയി. ബാത്ടബിലെ ചെറു ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കിടക്കുന്നതും ശീലമായി പോയിരിക്കുന്നു. ടബിലെ വെള്ളത്തിൽ അവളുടെ മേക്കപ്പ് എല്ലാം അലിഞ്ഞു ചേർന്നു. കുളി കഴിഞ്ഞ് രമണി വീട്ടിലിടുന്ന ഹൗസ് കോട്ട് ഇട്ടു. ഇട്ടിരുന്ന ചുരിദാർ ഭംഗിയായി മടക്കി പ്ലാസ്റ്റിക് ബാഗിലിട്ട് സ്റ്റോർ റൂമിൽ ഭദ്രമായി വച്ചു. ചൂലെടുത്ത് വീട് മുഴുവൻ അടിച്ചു വാരി തുടച്ചു. ബാത്റൂമുകളും വാഷ് ബേസിനുകളും കഴുകി വൃത്തിയാക്കി. വാഷിംഗ് മെഷീനിൽ നിന്ന് തുണിയെടുത്ത് ഉണക്കാനിട്ടു. പിന്നെ അടുക്കളയിൽ കയറി വൈകുന്നേരത്തേക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി. രാത്രിയിലേക്ക് ചപ്പാത്തി മാവ് കുഴച്ചു. കറിയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ഹോൺ കേട്ടു. രമണി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. വൈകിയാൽ വന്ന് കയറുമ്പോഴേ ചീത്ത തുടങ്ങും. ജീവിതം മുഴുവൻ കേട്ട് ശീലിച്ചതാണെങ്കിലും കേൾക്കാതിരിക്കുന്നതാണ് സുഖം. സന്ധ്യയ്ക്ക് മുമ്പ് മുറ്റം തൂത്തിടണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും സന്ധ്യയ്ക്ക് ചൂലുമായി ഇറങ്ങാൻ വച്ചിരിക്കുകയാണല്ലേ. ഇപ്പം ചെയ്യാൻ കൊച്ചമ്മേ, ഞാൻ മറന്നുപോയതാ, ഇപ്പം തൂക്കാം. മുറ്റം തൂക്കുമ്പോൾ പകലുകളുടെ റാണി ചമയങ്ങൾ അഴിഞ്ഞു വീണ് വെറുമൊരു വീട്ടുജോലിക്കാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. രാവിലെ മുതൽ ആ നിമിഷം വരെ അവൾ സ്വന്തമെന്ന് കരുതിയതൊക്കെ പതിവ് പോലെ അന്നും അവൾ കന്യമായി.
ഈ കഥ ഞാൻ 2002 എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പഴയ കാലത്ത് ഉള്ള പാട്ടും മഞ്ജു വാര്യരെക്കുറിച്ചുള്ള പരാമർശവുമൊക്കെ അന്നത്തെ കാര്യങ്ങളാണ്. ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യം എൻ്റെ വീട്ടിൽ ഞാൻ പരിചയപ്പെട്ട പല വീട്ടു സഹായികളുമാണ്. പകലൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയമൊക്കെ അവരവരുടേതായ പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച് ഓരോ വീടുകളിലും ജീവിക്കുന്നതും അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമൊക്കെയാണ് ഈ കഥയ്ക്ക് പിന്നിൽ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ കഥ എൻ്റെ മകൻ ഋത്വിക് ബൈജു ഒരു ഷോർട്ട് ഫിലിമായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ പ്രോഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ താഴെ ഇടാം. മാനിക്വിൻ എന്നുള്ള ലോഗോസ് ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന മാനിക്വിൻ എന്നുള്ള സമാഹാരത്തിലും ഞാൻ ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അതുകൊണ്ടാണ് പകലുകളുടെ റാണി എന്നുള്ള ഈ കഥ ഇന്ന് യൂട്യൂബിലൂടെ വായിക്കാമെന്ന് കരുതിയത്. നന്ദി.